ഹലോ ഗൈസ്, എല്ലാവർക്കും ഫെല്ലാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ എൻ്റെ രാവിലെ ഒരു ഇത് കാണിച്ചു വിചാരിച്ചു. അപ്പം പിന്നെ ഞാൻ ഒന്ന് വാഷ്റൂമിക്കൊക്കെ പോയി ഫ്രഷ് ആയാണ്ട് ഞാൻ കേട്ടേനൊക്കെ പൊന്തിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കേട്ടും പൊന്തിച്ചു. പിന്നെ ഞാൻ വേഗം പോയി ബ്രഷ് ചെയ്തു. അപ്പോൾ അത് എനിക്ക് ഒരു ശീലമുണ്ട്, ഞാൻ ആദ്യം മുഖം കഴുകിയാണ്ടാണ് ഗൈസ് ബ്രഷ് ചെയ്യൽ. അപ്പം നമ്മൾ കുറച്ച് പേസ്റ്റ് എടുത്തു. പിന്നെ നമുക്ക് രാവിലെ പുട്ടും പഴവും പഞ്ചസാരയും പിന്നെ ഒരു പാൽച്ചായായിരുന്നു കേട്ടോ ഗൈസ് ഇത്. അപ്പം നമ്മൾ അതൊക്കെ തിന്നു. അപ്പം ഞാൻ തിന്നു കഴിഞ്ഞു കേട്ടോ ഗൈസ്. പിന്നെ ഞാനൊരു ക്രാഫ്റ്റ് വിചാരിച്ചു, പൈപ്പ് ക്ലീനറായിട്ട് ഒരു ക്രാഫ്റ്റ് വിചാരിച്ചു. അതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. അങ്ങനെ കയ്യിൽ നമ്മൾ ഫിംഗറിൽ ഇങ്ങനെ വെച്ചാണ്ട് ചുരുട്ടി കൊടുക്കുക. അപ്പം ഇങ്ങനെ കുറേ ഫുള്ള് പകുതി ചുറ്റണം, ലാസ്റ്റ് ഒരു ഇടവിടണം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ ഫിംഗറിലൊക്കെ വെച്ച് ഇതുണ്ടാക്കാൻ നല്ല ഈസിയാണ്. ഞാൻ അത് വാങ്ങിയത് മീഷോ എന്നാണ് കേട്ടോ ഗൈസ്. ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങൽ മീഷോ എന്നാണ്. പിന്നെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഗൈസ് വാങ്ങൽ. ഞാൻ പിന്നെ കുറച്ച് ഇത് വിടണം, സ്പേസ് കുറച്ച് വിടണം. പിന്നെ ആ രണ്ടും കൂടിയും മുകളിലും വിടണം, അടിയിലും വിടണം. പിന്നെ ആ രണ്ടും കൂടിയും ചുരുട്ടി കൊടുത്താൽ നമ്മളെ ബ്രേസ്ലെറ്റ് റെഡി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ കളർ കോമ്പിനേഷൻ, നല്ല രസമുണ്ട്. ഇനി ബ്ലൂവും ലൈറ്റ് ബ്ലൂവും. പിന്നെ എനിക്ക് കുറച്ച് എനിക്ക് ജ്യൂസ് വേണമായിരുന്നു. അപ്പം ഞാൻ കിച്ചണിലത്തെ സ്റ്റോർ റൂമിൽ പോയി ജ്യൂസ് ജാർ എടുത്തുട്ടോ ഗൈസ്. അപ്പം പിന്നെ ഞാൻ കുക്കുംബർ എടുത്ത് പകുതി എനിക്ക് ആവശ്യമുണ്ടായിരുന്ന ഞാൻ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടോ ഗൈസ്. ഫുള്ള് ഞാൻ തൊലി കളഞ്ഞു. ഞാനിത് എങ്ങനെ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നേരിട്ട് ഇതാക്കില്ല, കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ പിന്നെ ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു. ഞാൻ ഒറ്റക്കട്ട ഗൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അയക്ക് ഇതാണ്. പിന്നെ ഞാൻ പാല് പശുവിൻ്റെ ഇതിൽ കറക്കണം വരെ. പിന്നെ ഞാൻ വലിയ സ്പൂണിലാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി, ചെറിയ സ്പൂണിലാണെങ്കിൽ 3 ടീസ്പൂൺ. പിന്നെ ഞാൻ ഒരു ഐസ് ക്യൂബ് ഇട്ടു ഗൈസ്. പിന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്തു. പിന്നെ അങ്ങനെ നല്ലോണം ബ്ലെൻഡായി. പിന്നെ ഞാൻ അരിപ്പ ഞാൻ ആദ്യം എടുക്കണം വിചാരിച്ചിനി. പിന്നെ ഞാനും അരിപ്പയിലൊക്കെ അതിലെടുത്തിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ പ്രകൃതിയൊക്കെ കണ്ടു. കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി കേട്ടോ ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ വീട്ടിൽ നിന്ന് കുറേ ഇങ്ങനെ ഇടൽ. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ ഗ്രേവിയും സലാഡും ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഞാൻ കൂട്ടി കഴിച്ചു. പിന്നെ ഇതെൻ്റെ പുതിയ വാട്ടർ ബോട്ടിലാണ്, ഞാനത് മീഷോന്നാണ് വാങ്ങിയത്. ആ പൈപ്പ് ക്ലീനറിൻ്റെ അൺബോക്സിൻ്റെയും കൂടെ ഞാൻ ഇട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരു സ്വഭാവമുണ്ട്, ഞാൻ ലാസ്റ്റ് ചിക്കൻ വെച്ചെന്നുള്ളൂ. പിന്നെ ഞാനൊരു ബനാന കേക്ക് ഉണ്ടാക്കി, ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് ഗൈസ്. പക്ഷെ ഉമ്മച്ചിക്ക് എനിക്ക് കുറേ പണി കൂടുതൽ, പൊടിയൊക്കെ ആയിട്ടുണ്ടാവല്ലോ. പിന്നെ ഞാൻ സ്റ്റിക്കറ്റ് കുത്തിവെക്കി, അത് നേരത്തെ ചെരിഞ്ഞാണ്ടേനി സ്റ്റിക്കറ്റ് കുത്തിവെക്കുമ്പം കാറ്റ് പോയി. പിന്നെ ഞാൻ ഇത് സ്റ്റവ് ഓഫാക്കി. പിന്നെ ഞാനിത് ഈവനിങ്ങിലാണ് കഴിക്കണേ. അപ്പം ഞാനിത് പ്ലേറ്റൊക്കെ മാറ്റിയിട്ട് ഗൈസ്. പിന്നെ ഞാൻ കട്ട് ചെയ്യാണ്. ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. ടേസ്റ്റ് ഉണ്ടോയെന്നാവാം അല്ലേ. ഞാനിത് ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്, സക്സസ് ആയാൽ മതിയായിരുന്നു. നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇമ്മച്ചിക്കാണ് ടേസ്റ്റ് കൊടുക്കണം. എങ്ങനെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇമ്മച്ചിനെക്കൊണ്ട് ഞാൻ ഫുൾ എത്തിയിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കട്ടൻ ചായയും നമ്മളെ ബനാന കേക്കും. പിന്നെ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സക്സസ് ആയിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ പഠിക്കാനിരുന്നു, ജേപ്പിൻ്റെ ഹോംവർക്ക് ഉണ്ടായിന്. അത് ഫസ്റ്റ് ഞാൻ BSൻ്റെ എഴുതിയത്, കാരണം അത് നേരത്തെ എഴുതി മാമിനെ നാളെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾക്ക് റൈസ് എടുക്കാം. അപ്പം ഞാൻ അമ്മച്ചിനോട് പറഞ്ഞിരുന്നു ഫ്രൈഡ് റൈസ് എനിക്ക് മതി, എനിക്ക് നല്ല ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് എടുത്തു. പിന്നെ ചിക്കൻ ഗ്രേവിയിൽ എനിക്ക് ചിക്കൻ വേണം പറഞ്ഞിട്ട്, ചിക്കൻ വേണമെന്ന് ഞാൻ അമ്മച്ചിനോട് പറഞ്ഞിരുന്നു.
എനിക്ക് ചിക്കൻ ഗ്രേവി നല്ല ഇഷ്ടം കേട്ടോ ഗൈസ്. എന്തിനെങ്കിലും കൂടെ കഴിക്കണം. എനിക്ക് കൂടെ കഴിക്കാൻ നാനോടാണ് നല്ല താല്പര്യം, ചിക്കൻ ഗ്രേവി. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. സോറി ഗൈസ്, കഴിക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ടൈം ടേബിൾ എടുത്തേക്ക് കേട്ടോ ഗൈസ്. ഞാൻ പിന്നെ ടൈം ടേബിൾ എടുത്തേക്കുകയാണ്. ടൈം ടേബിളൊക്കെ എടുത്തുവെച്ച് ബാക്കി ബുക്ക് ഞാൻ എൻ്റെ ബോക്സിലും വെക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഈ ബാഗിലാണ്. പിന്നെ ഞാൻ സ്റ്റഡി ടേബിളിന്മേൽ വെച്ച്, സ്റ്റഡി ടേബിളിലല്ല എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഇതിൽ വെച്ച് ഞാൻ എപ്പോഴും അവിടെ കേട്ടോ ഗൈസ് വെക്കൽ. ഇന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ മുടിയൊക്കെ മുടഞ്ഞു. അപ്പം തന്നെ ഞാൻ കീയനാണ്. പിന്നെ ഞാൻ പുതപ്പ് വിരിച്ച് ഞാൻ ബെഡ് റെഡിയാക്കാം കേട്ടോ ഗൈസ്. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയത് തന്നെയാണ്, ഈ ചപ്പൽ. അപ്പം ഞാൻ ഓതിക്കിടുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എത്ര ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.